ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും മാത്രമല്ല ബി.ജെ.പിക്കും വലിയ പരാതി തന്നെയാണുള്ളത്. നമ്മളത് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. പരാതിയുടെ കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും ഉള്ളത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രത്തിൻ്റെ ബാൻഡ് മെമ്മറിയും അതുപോലെ വിവിപാറ്റ് മെഷീനും തമ്മിൽ ഒത്തുനോക്കാൻ ഇതുവരെ 8 അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ 3 വീതം ബി.ജെ.പിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത്. അതുപോലെ ഓരോ എണ്ണം DMDK YSR കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് കമ്മീഷനെ പരാതിയുമായി സമീപിച്ചത്. ബി.ജെ.പിയുടെ ലിസ്റ്റിൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ, തമിഴ്നാട്ടിലെ വെല്ലൂർ, തെലങ്കാനയിലെ സഹിറാബാദ് എന്നീ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഛത്തീസ്ഗഡിലെ കൻകർ മണ്ഡലം, ഹരിയാനയിലെ ഫരീദാബാദ്, അതുപോലെ കർണാൽ മണ്ഡലം, അവിടുത്തെ സ്ഥാനാർത്ഥികളാണ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. 2 പാർട്ടിയിലും 3 വീതം പേർ. അതുപോലെ YSR കോൺഗ്രസിൻ്റെ വിജയനഗരം സ്ഥാനാർത്ഥിയും വിരുദുനഗറിലെ DMDK സ്ഥാനാർത്ഥിയുമാണ് മറ്റു 2 പേർ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2 അപേക്ഷകൾ കൂടിയുണ്ട് എന്നും അറിയുന്നു. അതായത് തെരഞ്ഞെടുപ്പുകളിൽ 2ഉം 3ഉം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികൾക്ക് യന്ത്രത്തിൻ്റെ പ്രോഗ്രാമിൽ എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നിയാൽ പരിശോധിക്കാൻ അവസരം നൽകണമെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിലെ 5% EVMകൾ പരിശോധിക്കാം. അതുപ്രകാരം അപേക്ഷ ലഭിച്ചാൽ EVM നിർമ്മാതാക്കളുടെ എഞ്ചിനീയർമാർ ബന്ധപ്പെട്ട യന്ത്രങ്ങൾ പരിശോധിക്കണം. പോളിംഗ് ബൂത്തുകളുടെ സീരിയൽ നമ്പറുകൾ ഉപയോഗിച്ച് സ്ഥാനാർത്ഥികൾ EVMകൾ തിരഞ്ഞെടുക്കണം. പരിശോധന നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്കും പ്രതിനിധികൾക്കും അവിടെ ഹാജരായിരിക്കാം. പരിശോധനയ്ക്ക് ശേഷം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രോഗ്രാമിൻ്റെ ആധികാരികത വിജ്ഞാപനം ചെയ്യണം. അതുപോലെ തന്നെ പരിശോധനയ്ക്ക് ചെലവാകുന്ന തുക അപേക്ഷ നൽകുന്ന സ്ഥാനാർത്ഥി തന്നെ അടയ്ക്കേണ്ടതാണ്. അതിനാശ്വാസം എന്ന നിലയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ ആ തുക തിരിച്ചു കൊടുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമായി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അനാവശ്യമെന്ന് തോന്നിയ പല ഹർജികളും സുപ്രീം കോടതി ഇതോടൊപ്പം തള്ളുകയും വ്യക്തമായ നിർദ്ദേശങ്ങൾ പകരമായി നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതുപ്രകാരം മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും ഒത്തുനോക്കണം. വോട്ടെടുപ്പിന് ശേഷം വിവിപാറ്റ് സ്ലിപ്പ് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കാൻ വോട്ടർമാരെ അനുവദിക്കണം. അതുപോലെ പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളുമായി നൽകിയ ഹർജികളെല്ലാം തള്ളിക്കൊണ്ട് വിധി പറഞ്ഞപ്പോഴാണ് ഈ നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കോടതി നിർദ്ദേശിച്ചത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു ആശങ്കയിലാണെന്നിരിക്കെ ഇപ്പോൾ പരാതികൾ വന്നപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും 3-3 എന്നുള്ള രീതിയിൽ തുല്യ ദുഃഖിതരാണ്. അവർക്ക് വേണമെങ്കിൽ ബാലറ്റ് പേപ്പർ എന്ന തീരുമാനത്തിലേക്കും എത്താവുന്നതാണ് ഭാവിയിൽ. ഏതായാലും സുപ്രീം കോടതിയുടെ വ്യക്തമായ നിർദ്ദേശവും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പും EVMനെ കൂടുതൽ കുറ്റമറ്റതാക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.